വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട രഞ്ജിതയുടെ മൃതദേഹം DNA പരിശോധനയ്ക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുവരും. രഞ്ജിതയുടെ ഇളയ സഹോദരൻ അഹമ്മദാബാദിലേക്ക് പോകും. തിരുവല്ല തഹസീൽദാറിൽ നിന്ന് രേഖകൾ കൈപ്പറ്റിയ ശേഷമായിരിക്കും അഹമ്മദാബാദിലെത്തിയ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഭൗതികദേഹം നാട്ടിലെത്തിക്കുക. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് രഞ്ജിതയുടെ വീട് സന്ദർശിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ആരോഗ്യമന്ത്രി വീണ ജോർജും പറഞ്ഞു. അപ്പോൾ ഇന്ന് തന്നെ രഞ്ജിതയുടെ സഹോദരങ്ങൾ അഹമ്മദാബാദിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരം അവർ പോകും. DNA സാമ്പിൾ എടുക്കുന്നത് ആവശ്യമെങ്കിൽ അതിന് ക്രമീകരണങ്ങൾ അവിടെ ചെയ്യുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഗവൺമെൻറ്റും അവിടെ ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് ഇന്നലെ തന്നെ ആശയവിനിമയം നടത്തിയിരുന്നു. എയർ ഇന്ത്യയുമായിട്ടും ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവരവിടെ പോയി കഴിഞ്ഞതിന് ശേഷം മറ്റ് ഐഡൻറ്റിഫിക്കേഷൻ DNA സാമ്പിൾ എടുക്കണമെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ഇത് ചെയ്യും. അതേസമയം വിമാനാപകടത്തിൽ മരണമടഞ്ഞ രഞ്ജിത ജി നായരെ വെള്ളരിക്കുണ്ട് താലൂക്ക് ഓഫീസിലെ ഡെപ്യൂട്ടി തഹസീൽദാർ ജൂനിയർ സൂപ്രണ്ട് A. പവിത്രൻ ഫേസ്ബുക്കിലൂടെ അപമാനിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റും അശ്ലീലം നിറഞ്ഞ കമന്റുകളുമിട്ട് ഡെപ്യൂട്ടി തഹസീൽദാറെ പിന്നീട് റവന്യൂ മന്ത്രി K. രാജൻ സസ്പെൻഡ് ചെയ്തു. ഹീനമായ നടപടിയാണ് ഡെപ്യൂട്ടി തഹസീൽദാറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതെന്നും ഇത് അംഗീകരിക്കാനാകില്ലെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. സർക്കാർ ജോലി ലഭിച്ചതിനെ തുടർന്ന് അതിന്റെ നടപടിക്രമങ്ങൾക്കായിട്ടായിരുന്നു ചുരുങ്ങിയ ദിവസത്തെ അവധിക്കായി രഞ്ജിത ജി നായർ നാട്ടിലെത്തിയത്. സർക്കാർ ജോലി എന്ന സ്വപ്നം പൂവണിഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു രഞ്ജിത. ലണ്ടനിൽ തിരികെയെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വീണ്ടും നാട്ടിലെത്തി സർക്കാർ ജോലിയിൽ പ്രവേശിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു അവർ. 2 മക്കളും രോഗിയായ അമ്മയും അടങ്ങുന്നതാണ് രഞ്ജിതയുടെ കുടുംബം. മരണവാർത്ത പുല്ലാട് ഗ്രാമത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. സി മലയാളം ന്യൂസ്, പത്തനംതിട്ട. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.